കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവിനുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസമാണ് കർത്താവ് നമുക്ക് ദാനമായി തന്നത്. കഴിഞ്ഞ രാത്രി കണ്ട അനേകർ ഈ പ്രഭാതം കണ്ടില്ല. അനേകർ ഈ ലോകത്തിൽ നിന്ന് തന്നെ മാറ്റപ്പെട്ടു പോയി. എന്നാൽ വീണ്ടും ഒരു ദിവസം കൂടെ കർത്താവിന്റെ മുഖം നോക്കി താങ്ക് യു എന്ന് പറയാൻ, നന്ദി എന്നൊരു വാക്ക് പറയുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തിയിരിക്കുന്നല്ലോ. അതിനായിട്ട് കർത്താവിന് നന്ദി പറയുകയാണ്. കർത്താവിന്റെ വലിയ കൃപ അനുദിനം നമ്മുടെ മേൽ അവിടുന്ന് പകരുന്നതിനായി സ്തോത്രം. അഭിഷേകത്തിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും കർത്താവ് നാൾതോറും നമ്മളെ നടത്തുന്നതിനോർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. വാസ്തവത്തിൽ ഈ പുതിയ ദിവസം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴും നന്ദി എന്നൊരു വാക്കല്ലാതെ നമ്മുടെ ഹൃദയം നിറയുകയാണ് അല്ലെ. ചലഞ്ചസ് കാണാം, ചിലപ്പോൾ ഇന്ന് തരണം ചെയ്യേണ്ട പ്രതിസന്ധികൾ കാണും. എന്തായി തീരുമെന്നൊക്കെ ഉള്ളിൽ ചില ചോദ്യചിഹ്നങ്ങളുമായിട്ട് ഇരിക്കുന്ന പലരും ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുണ്ടാകാം. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ നടത്തിയ കർത്താവ് ഇന്ന് പകലും എന്നെ നടത്താൻ വിശ്വസ്തനാണ്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവ് അന്ത്യത്തോളം അത് തികയ്ക്കാൻ വിശ്വസ്തനാണ്. ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയത് എനിക്ക് വലിയ ധൈര്യവും ബലവും പ്രത്യാശയും ഒക്കെ പകരുന്നതാണ്. എനിക്ക് മുമ്പോട്ട് പോകാനുള്ള ഫ്യൂവലാണ് കഴിഞ്ഞ നാളുകളിൽ എന്നെ നടത്തിയത്. ആ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ താന് ഏകാന്തതയിൽ ഒറ്റപ്പെടലിന്റെ അനുഭവത്തിൽ താൻ ആയിരിക്കുമ്പോൾ നമ്മളവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായപ്പോൾ പുനരുദ്ധാന ദിവസത്തിൽ താൻ ആത്മാവിലായി താൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കർത്താവിനെ തിരിഞ്ഞു നോക്കിയാൽ കാണും. തിരിഞ്ഞ് നടന്നു വന്ന വഴികളിലോട്ട് ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കണം അല്ലേ കർത്താവ്. അപ്പം ഈ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ഒത്തിരി നന്ദി പറയാൻ കാണും. തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം നമ്മള് പോലും കാണാത്ത പോലെ 2 കാൽപാദങ്ങൾ നമ്മളെ അനുഗമിക്കുന്നത് നമുക്ക് കാണാം. പ്രിയ നോക്ക്, തിരിഞ്ഞു നോക്കിയാൽ ഏത് വലിയ വിഷയമാണെങ്കിലും അവിടെ യേശുവിന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമുക്കൊരു വചനഭാഗം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞെന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ആമേൻ. ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞിരിക്കുക, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ആമേൻ. ഇന്ന് അതായിരിക്കും നിങ്ങളോട് പറയാനുള്ള. കർത്താവ് ഒരിക്കലും നമ്മളെ അനാഥരായിട്ട് വിടത്തില്ല. ആ കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും. അവൻ എപ്പോഴും നമ്മുടെ പ്രതികൂലത്തിലും പ്രശ്നത്തിലും ഒന്നും കൈവിടുന്ന കർത്താവല്ല. ഞാൻ ഒരു നാളും നിങ്ങളെ കൈവിടത്തില്ലെന്ന് പറഞ്ഞ വാഗ്ദാനം ചെയ്ത കർത്താവ് പറഞ്ഞിരിക്കുക, എന്റെ വാക്കും മാറിപ്പോകത്തില്ല. ഈ ലോകം മാറിപ്പോകും, ആകാശവും ഭൂമിയും ഒക്കെ പോകും, നീങ്ങിപ്പോകും, പക്ഷെ എന്റെ വചനങ്ങൾ ഒരിക്കലും മാറത്തില്ലെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് ഇന്ന് നിങ്ങളെ ഞാൻ അനാഥരായി വിടത്തില്ല. ഇന്ന് ഞാൻ തനിയാണോ? എന്റെ ഈ ഭാരത്തിൽ ഞാൻ തനിയേ ഉള്ളൂ, എനിക്ക് വേണ്ടി കൂടെ വരാൻ ആരുമില്ല, എനിക്ക് വേണ്ടി എന്നെ ഒന്ന് സഹായിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞ ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഞാൻ പറയാം, കർത്താവിനെയും കൂട്ടിക്കൊണ്ട് നിങ്ങളുടെ ആ വിഷയത്തിലേക്ക് പൊക്കോ. ആ കർത്താവ് നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടത്തില്ല. ആ കർത്താവ് കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞവനാ. ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലും കർത്താവ് നമ്മളെ കാത്തിരിക്കുക. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ അനാഥരായി വിടത്തില്ല. ഇന്ന് ആ പ്രശ്നത്തിലോട്ട് കർത്താവിനെയും കൂട്ടിക്കൊണ്ട് ആ ബാങ്കിന്റെ വിഷയമാകാം, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലായിരിക്കാം, ആ കുഞ്ഞിന്റെ ഒരു കാര്യത്തിലായിരിക്കാം, നിങ്ങളുടെ മക്കളുടെ ഒരു കാര്യത്തിലായിരിക്കാം നിങ്ങൾക്ക് പോകേണ്ട, ആരും നിങ്ങളെ സഹായിക്കുന്നില്ലായിരിക്കാം. പക്ഷെ ആ കർത്താവിനെയും കൂട്ടിക്കൊണ്ട്, കർത്താവെ നീ എന്റെ കൂടെ വരണമേ, ഞാൻ നിന്റെ കൂടെ ആ പ്രശ്നത്തിലേക്ക് പോവുക, കർത്താവ് വഴി തുറക്കണമേ എന്ന് പറഞ്ഞ് പോയാൽ അത്ഭുതം നടക്കും. കർത്താവ് അത്ഭുത മന്ത്രിയാ. കർത്താവിന്റെ പേര് അത്ഭുത മന്ത്രി എന്ന. അതുകൊണ്ട് അത്ഭുതമായി തീരും നിങ്ങളുടെ ബിസിനസ്സിലേക്ക്, നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് എല്ലാം കർത്താവിന്റെ കൂടെ നിങ്ങളൊന്ന് പോയി, കർത്താവ് കൂടെയിരിക്കും, കൈവിടത്തില്ല. എന്തൊരു വാക്കാണ് അല്ലെ, ഞാൻ നിന്നെ അനാഥരായി വിടത്തില്ല. ഹി വിൽ ബി ഓൾവേസ് വിത്ത് us. എന്റെ കൂടെ എന്റെ ഏറ്റവും വലിയ ഉറപ്പ് എന്നാന്ന് വെച്ചാൽ എന്നെ
ഒറ്റയ്ക്ക് ഒരിക്കലും കർത്താവ് വിടത്തില്ല. എപ്പോഴും കൂടെയിരിക്കും. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ 2-3 പേര് എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ നിങ്ങളുടെ മധ്യത്തിലുണ്ട്. ഹി വിൽ നെവർ ചേഞ്ച് ഹിസ് വേർഡ്. അതെന്റെ വാക്ക് താൻ മാറത്തില്ല. ധൈര്യമായിട്ടൊന്ന് പറഞ്ഞ് ആ വിഷയത്തിന്റെ അകത്ത് ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്. ഇന്നെന്നെ ഏറ്റവും കൂടുതൽ എന്നെ ചിന്തിപ്പിച്ച വാക്ക്, ഞാൻ ഇന്ന് ഇച്ചിരി നേരത്തെ, വളരെ നേരത്തെ ഇന്ന് എഴുന്നേറ്റു. വെളുപ്പിനെ എഴുന്നേറ്റ് ടൈമിലോൺ വിത്ത് വെളുപ്പിനെ എന്ന് പറഞ്ഞാൽ 2 മണി ആയപ്പോഴത്തേക്ക് ഞാൻ ഉണർന്നു. പിന്നെ എനിക്ക് ഉറങ്ങാൻ തോന്നിയില്ല. എഴുന്നേറ്റു, കർത്താവിന്റെ കൂടെ സമയം ചെലവഴിച്ചു, പ്രാർത്ഥനയിൽ ഇരുന്നു. നിങ്ങളിൽ പലരുടെ മുഖങ്ങളും എന്റെ മുമ്പിൽ വന്നു. പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ഈ പ്രഭാതത്തിൽ കൃപ തന്നു. അതിനെല്ലാമായിട്ട് ഞാൻ കർത്താവ് ഈ വചനം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം ഇന്ന് വാസ്തവത്തിൽ ഞാൻ ടൈമിലോൺ വിത്ത് ഗോഡ് ചെയ്തത്, അത് വായിച്ച് ഞാൻ മുമ്പോട്ട് വന്നപ്പോൾ പെട്ടെന്ന് എന്നെ തൊട്ട ഒരു വാക്കാണ്, പ്രൈസ് ലോർഡ്, നോക്ക്, ഞാൻ നിന്നെ അനാഥരായി വിടത്തില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. അതിന്റെ 19-ാമത്തെ വാക്യം എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി എന്നെ സ്പർശിക്കുവാനിടയായി. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ലോകം എന്നെ കാണുകയില്ല, ലോകം എന്നെ കാണത്തില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ലോകത്തിന് നിങ്ങളെ കാണാൻ, ലോകത്തിന് എന്നെ കാണാൻ സാധിക്കത്തില്ല, പക്ഷേ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. ഇന്ന് ഞാൻ എല്ലാവരോടും, എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഒന്ന് ചോദിക്കട്ടെ, ക്യാൻ യു സീ ഹിം? നിങ്ങൾ കർത്താവിനെ കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ദൈവവചനം പറയാം, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ലോകത്തിന് എന്നെ കാണാൻ പറ്റത്തില്ല, പക്ഷെ ലോകത്തിൽ നിന്ന് വീണ്ടും ജനിച്ച ദൈവമക്കൾക്ക് കർത്താവിനെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും, ഏത് പ്രശ്നത്തിന്റെ മുമ്പിലും അവിടെ കർത്താവിനെ കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായം വായിക്കുമ്പോൾ സോ ബ്യൂട്ടിഫുൾ. അതിന്റെ ഓരോ വാക്യങ്ങളും ഒരു സുവിശേഷകൻ പലപ്പോഴും ഇതിലോട്ടൊക്കെ നോക്കുമ്പോൾ, എപ്പോഴും നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ കർത്താവ് അതിന്റെ അകത്തിരുന്ന് നമ്മളോട് സംസാരിക്കുന്നു എന്ന രീതിയിൽ വായിക്കണം. പലപ്പോഴും ഒരു സുവിശേഷകന്റെ പെർസ്പെക്റ്റീവിൽ ദൈവവചനം വായിക്കുമ്പോൾ പലപ്പോഴും ഒരു പ്രസംഗം അല്ലെ, ആ വാക്യം നമുക്ക് പ്രസംഗിക്കാം, ഈ വാക്യം നമുക്ക് പ്രസംഗിക്കാൻ പറ്റും, ഇതിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ അറിയാതെ അല്ലെ, പക്ഷേ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. ഇന്ന് രാവിലെ എന്നോട് ചോദിച്ച കാര്യം, റെജി, നിനക്കെന്നെ കാണാൻ പറ്റുന്നുണ്ടോ? യോഹന്നാൻ പത്മോസ് ദ്വീപിലായിരുന്നപ്പോ ആരുമില്ലായിരുന്നു, തന്റെ ആരുമില്ല, ഒറ്റപ്പെടൽ, തലയോട്ടികൾ മാത്രമുള്ള സ്ഥലം, ഏകാന്ത. ഒരിക്കലും അവിടുന്ന് തിരിച്ചു വരും. പക്ഷെ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എൻകൗണ്ടർ ഉണ്ടായത് ആ പത്മോസ് ദ്വീപിൽ വെച്ചാണ്. നോക്കിയപ്പോ കർത്താവിനെ തന്നെ മുമ്പിൽ കണ്ടു. നമ്മുടെ പ്രതികൂലങ്ങളുടെ മുമ്പിലും പ്രശ്നത്തിന്റെ മുമ്പിൽ ലോകത്തിന് കാണാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും, മക്കളാണെങ്കിൽ അവകാശികളാ. ആ കർത്താവിന്റെ മുഖം നമ്മൾ കാണണം. കർത്താവ് കൂടെയുണ്ടെന്ന് വിശ്വസിക്കണം. കർത്താവ് ഉണ്ടെനിക്കെന്നുള്ള ആ ബോധ്യം, ആ കർത്താവ് എന്റെ കൂടെ ഉണ്ടെന്നേ, അതുകൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ വെളിയിൽ വരും. യോഹന്നാൻ അങ്ങനെയല്ലേ? അതുകൊണ്ടല്ലേ വെളിപ്പാട് തനിക്ക് ഉണ്ടായത്, അല്ലെ? കർത്താവിനെ കണ്ടതുകൊണ്ട്. അതെ, ആ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം നോക്കുമ്പോൾ, അവിടെ 1 മുതലുള്ള വാക്യങ്ങളിൽ നോക്കുമ്പോൾ ആദ്യ കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. അപ്പൊ കലങ്ങാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, പ്രൈസ് ലോർഡ്, നോക്കിയേ, പല വിധമായ വിഷയങ്ങളിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകേണ്ടതായിട്ട് വരും. ഹൃദയം തളർന്നു പോകുന്ന, മനസ്സ് തകർന്നു പോകുന്ന ഒക്കെ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രൈസ്, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അവരുടെ മുഖം ഇനി ഈ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കത്തില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ മനസ്സ് വേദനപ്പെടും, മനസ്സ് വിങ്ങും. നിശ്ചയമായിട്ടും മനസ്സിൽ വേദനയുണ്ടാവും, അല്ലെ? ആ കർത്താവ് ആ യോഹന്നാന്റെ സുവിശേഷം 14 തുടങ്ങുമ്പോൾ കർത്താവ് ചില പ്രത്യാശ, എന്നോടും നിങ്ങളോടും ചില പ്രത്യാശ പ്രാരംഭത്തിൽ തന്നെ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിട്ട് പറയുകയാണ്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, എന്റെ പിതാവായി കൗശനായ. എന്റെ പിതാ 2-ാം വാക്യം വായിച്ചേ.
എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. നോക്കിയേ വലിയൊരു പ്രത്യാശ. കർത്താവ് ഈ ലോകത്തിന്റെ അപ്പുറം, ഈ പലർക്കും ഒത്തിരി മരണഭയമുള്ള ഒത്തിരി പേരെ നമ്മൾ കാണാറുണ്ട്, നമ്മളെ വിളിക്കാറുണ്ട്, മരിച്ചു പോകുമോ എന്ന് ഭാരത്തിലിരിക്കുന്ന, മരിക്കാൻ പേടിയുള്ള, നോക്കി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിക്കാനും പേടിയില്ല, അവർക്ക് മരിക്കാനും പേടിയില്ല. അവർക്ക് ഏത് വിഷയത്തിൽ അവർ ഫേസ് ചെയ്യുമ്പോഴും നല്ല ധൈര്യമാണ്. ഇന്ന് വായിച്ചതുപോലെ ഒരു നാളും എന്നെ തള്ളത്തില്ല, ഒരു നാളും എന്നെ ഉപേക്ഷിക്കത്തില്ല, അവൻ എന്റെ കൂടെ ഉണ്ടെന്നുള്ള ആ നല്ല ഉറപ്പും ധൈര്യവും ദൈവമക്കൾക്ക് എപ്പോഴും ഉണ്ടാകും. ഇവിടെ പറയുകയാണ്, എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കാൻ. അപ്പൊ ഈ ഒരുക്കാൻ പോകുന്നു എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ് കർത്താവ് ക്രൂശിലോട്ട് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ കൂടെ ഇരിക്കുമ്പം കർത്താവ് ഇത് സംസാരിക്കുകയാണ്. എന്നിട്ട് ആ കർത്താവ് അവിടെ താഴോട്ട് ചെല്ലുമ്പോൾ അവരോട് പറയുന്നത്, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ലോകത്തിന് എന്നെ കാണാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. ആ വാക്യം എന്നെ ഞാൻ ഒത്തിരി നേരം ഇന്ന് ആ വാക്യം ചിന്തിച്ച് ചിലപ്പോൾ നമ്മളൊക്കെ ഒരു വിഷയമൊക്കെ ആൾക്കാർ വന്ന് പറയുമ്പോൾ നമ്മൾ പറയുകയല്ലേ, ഇല്ല സഹോദര ധൈര്യമായിട്ടിരിക്കുക, അതിന്റെ അകത്ത് കർത്താവുണ്ട്, അത്ഭുതം നടക്കും. ചിലരിങ്ങനെ പറയും, എന്നാ പറഞ്ഞാലും കർത്താവ്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ എന്നാ പറഞ്ഞാലും ഈ കർത്താവ്. നോക്കി, അവർക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേൾക്കേണ്ടത്. പ്ലീസ് ഞാൻ പറയട്ടെ, പ്രാക്ടിക്കലിന് മേളിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. യേശു ഉണ്ടെന്ന് പറയുന്നതാ ഏറ്റവും റിയൽ. പ്ലീസ് നോക്കിയ, ബാക്കിയെല്ലാം മാറിപ്പോകുന്നതാണ്. ആകാശം മാറും, ഭൂമി മാറും, തന്റെ വാക്കൊരിക്കലും മാറത്തില്ല. ഇത് മാത്രമേ മാറ്റമില്ലാതെ ഇരിക്കത്തുള്ളൂ. ചലഞ്ചസ് വരും, പ്രതികൂലങ്ങൾ വരും, പക്ഷേ യേശു എന്ത് ചെയ്യത്തില്ല, മാറത്തില്ല. നോക്കി, ലോകത്തിന് അവരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് കാണാൻ സാധിക്കരുത്. അതുകൊണ്ടാണ് ലോകം പറയുന്നത്, പിന്നെ നിങ്ങൾ എന്നാ പറഞ്ഞാലും കർത്താവ് ചെയ്യും, കർത്താവ് പ്രവർത്തിക്കും. നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ പറയാനുണ്ടോ? പ്രാക്ടിക്കൽ സൊല്യൂഷൻ അല്ല എനിക്ക് പറയാനുള്ളത്, വിശ്വാസത്തിന്റെ വാക്കുകളാണ്. യേശു എന്നോട് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്, അതൊരിക്കലും മാറത്തില്ല. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ലോകത്തിന് എന്നെ കാണാൻ പറ്റില്ല, ലോകത്തിന് എന്നെ കിട്ടത്തില്ല, ലോകത്തിന് എന്നെ അറിയാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. ആ പ്രതികൂലത്തെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ വിഷയത്തിന്റെ അകത്ത്, ആ പ്രതികൂലത്തിന്റെ അകത്ത്, ക്യാൻ യു സീ ജീസസ്? നിങ്ങൾക്ക് കർത്താവിനെ കാണാൻ പറ്റുന്നുണ്ടോ? അതോ വിഷയമാണോ നിങ്ങൾ കാണുന്നത്? ഇന്ന് കടന്നു പോകുന്ന ആ പ്രതികൂലമാണോ നിങ്ങൾ വലുതായിട്ട് കാണുന്നത്? അതോ യേശുവിനെ അതിന്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ ദൈവവചനം അതിനെ 6-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ യേശു പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും. ഞാൻ തന്നെ, ആ അധ്യായം ഭയങ്കര ധൈര്യപ്പെടുത്തുന്നതാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നു. നോക്ക്, യേശു പറയാൻ, ഞാൻ തന്നെയാണ് വഴി. പലരും നോക്കിയേ, അവരുടെ ദേഹം മിസ് ദർ വേ, അവരുടെ വഴി നഷ്ടപ്പെട്ടു, എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ ആകുലതയോടെ നിൽക്കുക. പ്രിയപ്പെട്ടവരെ, ഒറ്റ വഴിയേ ഉള്ളൂ. നിങ്ങൾ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധിക്കകത്തും ഒറ്റ വഴിയേ ഉള്ളൂ. യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴി. ഐ എം ദ വേ എന്നാണ് കർത്താവ് പറഞ്ഞത്. ദ വേ ആണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കർത്താവ് തന്നെയാണ് വഴി. മറ്റൊരുവനിലും, ദൈവവചനം പറയുകയാണ്, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ, ഭൂമിക്ക് മുകളിൽ, മനുഷ്യരുടെ ഇടയിൽ നമ്മൾ നോക്കുന്ന, അവര് സഹായിക്കുവോ, ഇവര് സഹായിക്കുവോ, അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് എന്നാ സൊല്യൂഷൻ എന്നല്ലേ നോക്കുന്നത്. നോക്കിയേ, മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. ദർ ഇസ് നോ അതർ നെയിം. ഞാൻ ഉറപ്പോടെ പറയാം, മറ്റ് നാമങ്ങളില്ല, മറ്റ് വഴികളില്ല. ആ വഴിയിൽ ആശ്രയിക്കുന്ന ഒരൊറ്റ ആളും ലജ്ജിച്ചു പോകത്തില്ല. അതിന്റെ 9-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ യേശു അവരോട് പറഞ്ഞത്, ഞാൻ ഇത്രയും കാലം നിങ്ങളുടെ കൂടെ എന്നിട്ടും നീ എന്നെ അറിയില്ലല്ലോ ഫിലിപ്പോസേ, എന്നെ കണ്ടവൻ പിതാവിനെ. ഫിലിപ്പോസ് പറയാണ്, എനിക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണം എന്ന് പറയുമ്പോൾ യേശു പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ യേശുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത്. ഈ പിതാവിനെ കുറിച്ച് ദൈവവചനം പറയുന്നത്, യേശുവിനെ കുറിച്ച് പറയാണ്, ഹീസ് ദ എക്സ്പ്രസ് ഇമേജ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ അതേ പ്രതിമ. നോക്കിയേ, അതേ പ്രതിമ, സെയിം ഇമേജ്. യേശുവിനെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാൻ പിതാവ് എന്നിലും ഞാൻ പിതാവിലും വസിക്കുകയാണ്. ഞാൻ പിതാവിൽ
കൊണ്ട് ഞാൻ ഇച്ഛിക്കുന്നത് എന്ത് ചെയ്യാണ്? പ്രവർത്തിക്കുക. പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. പ്രൈസലോ പ്രിയപ്പെട്ടവരെ, ആ കർത്താവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ, യേശു ആ വഴിയിൽ നിന്ന് ഒരു വ്യക്തി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു നാളും ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. പിന്നെ കർത്താവ് അതിനേക്കാൾ ഹയർ തിങ്സ് കർത്താവ് പറയുക. 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയാ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവരും. യു ആർ എ പവർഫുൾ പേഴ്സൺ. നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല, നിങ്ങളൊരു ശക്തനായ വ്യക്തിയാണ്. നിങ്ങൾ ബലഹീനനല്ല. നിങ്ങളുടെ അകത്ത് എന്റെ കർത്താവിന്റെ ശക്തി നിങ്ങളുടെ അകത്ത് വസിക്കുന്നുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലാണ് വസിക്കുന്നത്. കൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനെ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലുതും. നോക്ക്, എന്റെ ഏറ്റവും വലിയ ധൈര്യം കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കുകയാണ്. അതാണ് ഈ ദൈവവചനം ഇവിടെ നമ്മൾ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. നോക്ക്, കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണത്തില്ല, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. പ്രൈസ്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. പ്രൈസ്, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ, കർത്താവ് ഈ ഭൂമിയിൽ നടന്നപ്പം അവൻ ചെയ്ത പ്രവൃത്തിയേക്കാൾ വലിയ പ്രവൃത്തി കർത്താവ് യെരൂശലേമിലും ചുറ്റുപാടുമുള്ള പട്ടണങ്ങളിൽ മാത്രമായി യേശു ഇത് ശിഷ്യന്മാരോട് പറയുമ്പം കർത്താവ് സഞ്ചരിച്ചത് യെരൂശലേമിലും ആ ചുറ്റുപാടുമുള്ള പട്ടണങ്ങളിൽ മാത്രമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ ശിഷ്യന്മാർ ലോകത്തിന്റെ അറ്റത്തോളം, നമ്മൾ ഇരിക്കുന്ന ഈ ദേശത്ത് അപ്പോസ്തലനായ തോമസ് കാലി ചവിട്ടി, അല്ലെ? കർത്താവിന്റെ അപ്പോസ്തലനായ തോമസ് കാലി ചവിട്ടി. എങ്ങനെയാ കാലി ചവിട്ടിയത്? പ്രൈസ്, ഒറ്റ കാര്യം ഞാൻ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവ് തന്നെ എടുത്തുകൊണ്ട് വന്നതാണ്. ഫിലിപ്പോസിനെ എടുത്തോണ്ട് പോയതുപോലെ ആ ഷണ്ണനെ സ്നാനപ്പെടുത്തിയ ശേഷം ഫിലിപ്പോസിനെ എടുത്തോണ്ട് അസ്തോദിൽ കൊണ്ടുവന്ന് വെച്ചതുപോലെ പരിശുദ്ധാത്മാവ് എടുത്തോണ്ട് വന്നതാണ്. കാലഘട്ടം മാറി. ഞാൻ ചെയ്തതിനും വലുത് എന്നിൽ വിശ്വസിക്കുന്നവർ ചെയ്യും. കർത്താവിനെ തൊട്ടവർ സൗഖ്യമായി, അല്ലെ? കർത്താവ് തൊട്ടവർ സൗഖ്യമായി. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ കടന്നു പോകുമ്പോൾ തന്റെ നിഴലെങ്കിലും അടിച്ച് സൗഖ്യമാകണമെന്ന് കരുതി രോഗികളെ കൊണ്ടുവന്ന് വിരിപ്പിന്മേൽ കിടത്തി. കേട്ടോ, പ്രീസർ, നോക്കിക്കേ, കർത്താവ് ചെയ്തതിനേക്കാൾ വലുത് അവനിൽ വിശ്വസിക്കുന്നവർ. ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളോടും പറയാം, ഗോഡ് ഹാസ് പുട്ട് ഹിസ് പവർ ഇൻസൈഡ് യു. നിങ്ങളുടെ അകത്ത് എന്റെ കർത്താവ് ഗ്ലോറി വെച്ചിരിക്കുകയാണ്, മഹത്വം വെച്ചിരിക്കുകയാണ്, ദൈവശക്തി വെച്ചിരിക്കുകയാണ്. നിങ്ങളെ ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അഭിഷേകവും നിങ്ങളുടെ ഉള്ളിലുണ്ട്. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ കടന്നു പോകുന്ന സകല വിഷയത്തെയും റെയിൻ ചെയ്യാനുള്ള, അതിനെയെല്ലാം കൈകാര്യം ചെയ്യാനുള്ള ആ ശക്തിയും അധികാരവും കർത്താവ് തന്നിട്ടുണ്ട്. ഇവിടെ പറയുകയാണ്, ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്ത പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവന് ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തിരിക്കുന്നതുകൊണ്ട്. എനിക്ക് ആ വാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട്. ബിക്കോസ് ഐ എം ഇൻ കൺട്രോൾ. ഞാൻ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയാണ്. നോക്കിയേ, മർക്കോസിന്റെ സുവിശേഷം 16 നമ്മൾ വായിക്കുന്നുണ്ട്. പ്രൈസിലോ, നോക്കിക്കേ, അവൻ ഇരുന്നു, അവർ പുറപ്പെട്ടു, അവരുടെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടന്നു. പ്രൈസ്, ഞാൻ പിതാവിന്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞ് ഐ എം ഇൻ കൺട്രോൾ. എന്റെ മക്കളോട് പറയാം, നിങ്ങൾ പുറപ്പെട്ട്, നിങ്ങൾ വിശ്വസിച്ച് ഇറങ്ങിയൊന്ന് തിരിച്ചേ. നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ എന്ത് ചെയ്താലും എന്റെ കരം നിങ്ങളുടെ കൂടെ ഇരിക്കും. നോക്ക്, എത്ര വലിയ ധൈര്യം തരുന്ന വാക്കാണ്. പ്രൈസ്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിനും വലുതും നിങ്ങൾ ചെയ്യും. 14-ാം വാക്യത്തിൽ ജോന്ന് വായിച്ചേ, നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്ന ഒക്കെയും ഞാൻ ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഒക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. വിശ്വസിക്കുന്നുണ്ടോ? എന്നോട് എന്ത് ചോദിച്ചാലും എത്ര ധൈര്യം തരുന്ന വാക്കാണ്. എത്ര ധൈര്യം തരുന്ന വാക്കാണ്. അപേക്ഷിക്കുന്ന ഒക്കെയും, എന്ത് ചോദിച്ചാലും. 2 കാര്യങ്ങളാണ്. 1, എന്തും ചോദിക്കാം. 2, ആരോട് ചോദിക്കണമെന്ന് യേശു പറയാ, എന്നോട് ചോദിക്കുക. ആസ്ക് മീ. ഞാൻ നിങ്ങൾക്ക് എന്നാ ചെയ്തു തരണ്ടേ? നിങ്ങൾ എന്നോട് ചോദിക്കുക. ഐ വിൽ ഡു ഇറ്റ് ഫോർ യു. ചെയ്തു തരാമെന്ന കർത്താവ് പറഞ്ഞു. നിങ്ങൾ അവിടെ പറയുകയാണ്, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഒക്കെയും, എവരിതിങ് യു ആസ്ക്. എന്റെ കർത്താവ് ചെയ്ത് പലപ്പോഴും നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത്, പ്രൈസ്, ഞാൻ പലപ്പോഴും പറയാം, ആ വളവ് വരെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ആ വളവിന്റെ അപ്പുറം നമുക്ക് കാണാൻ പറ്റത്തില്ല.
പക്ഷേ നോക്കിക്കേ, ചോദിക്കുന്നതിന് മുമ്പേ എന്റെ ആവശ്യങ്ങൾ അറിയുന്ന അത്ര നല്ലൊരു കർത്താവാണ് എനിക്കുള്ളത്. എന്ത് ചോദ്യം അവിടെ പറയാണ്, എന്ത് ചോദിച്ചാലും നൽകി തരും. അതിന്റെ 15-ാം വാക്യം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളു. ഇവിടെ നോക്കിയേ, എന്റെ കർത്താവ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് കർത്താവ് പറഞ്ഞത്? ഒന്ന് ഹൃദയം കലങ്ങി പോകരുത്, ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോകുകയാണ്, ഞാൻ വാസസ്ഥലം ഒരുക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. പ്രൈസ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പ്രൈസിലോ, നോക്കിക്കേ, ഫിലിപ്പോസിനോട് പറയുകയാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. 12-ാം വാക്യത്തിൽ പറയുകയാണ്, നോക്ക്, ഞാൻ പിതാവിന്റെ അടുത്ത് ഇരിക്കുന്നതുകൊണ്ട് പ്രൈസ്, ഞാൻ ചെയ്തതിലും വലുത് നിങ്ങൾക്ക് ചെയ്യും, നിങ്ങൾ എന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അത് നൽകി തരും. ഇതെല്ലാം പറഞ്ഞിട്ട് യേശു അവരോട് പറയുന്ന ഒരു കാര്യം, തന്റെ ഹൃദയം എന്റെ കർത്താവ് തുറക്കുകയാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളു. ഞാൻ പറയുന്ന വാക്ക്, ഞാൻ പറയുന്ന കൽപ്പന, ഞാൻ നിങ്ങളോട് ഡൂസ് ആൻഡ് ഡോൺസ് ഞാൻ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ പറയുമല്ലോ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമല്ലോ. ദൈവം തന്റെ പുത്രനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി തന്നത് ഇറ്റ് ഇസ് ലവ്, ഔട്ട് ഓഫ് ലവ്, അല്ലെ? ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്ന അഗാപ്പെ ലവ് ആണ്. ഗ്രീക്കിൽ അഗാപ്പെ എന്ന് പറഞ്ഞ വാക്കാണ് ആ സ്നേഹത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. അഗാപ്പെ എന്ന് പറയുന്നത് തിരിച്ച് മടക്കി പ്രതീക്ഷിക്കാത്ത സ്നേഹത്തിനാണ് അഗാപ്പെ എന്ന് പറയുന്നത്. അഗാപ്പെ ലവ് ആണ് കർത്താവ് എന്നെ നിങ്ങളെ നോക്കിയേ, ഇവിടെ യേശു പറയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്ന് പറയുന്നവരോട് അതിന്റെ 21-ാമത്തെ വാക്യം, എന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകും. എന്റെ കൽപ്പനകൾ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നതല്ല, എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവരാണ് എന്നെ സ്നേഹിക്കുന്നത്. നോക്ക്, ഒന്ന് സ്നേഹിക്കുന്നെങ്കിൽ കൽപ്പന കാക്കും. ഇവിടെ പറയുകയാണ്, എന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഞാൻ അവനെ സ്നേഹിച്ച് എന്നെ തന്നെ വെളിപ്പെടുത്തും. 3 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ അവനെ സ്നേഹിക്കുന്നു എങ്കിൽ അവന്റെ വചനം ഞാൻ അനുസരിക്കും. എന്റെ പ്രയോറിറ്റി കർത്താവ് പറഞ്ഞ വാക്കായിരുന്നു. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യത്തില്ല, ഇടത്തോട്ടോ വലത്തോട്ടോ മാറത്തില്ല. പക്ഷെ എവിടെയെങ്കിലുമൊക്കെ ഞാൻ ടെസ്റ്റഡ് ആകുമ്പോൾ കർത്താവ് പറയാണ്, ഈ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ ഞാൻ തരും. സഹായകനാണ്, ഹെൽപ്പറാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ബലഹീനതയിൽ അവന്റെ ശക്തി തികഞ്ഞു വരും. എന്റെ കൂടെ നിൽക്കും, തുണ നിൽക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. നോക്കിയേ, കർത്താവിന് ഷിന നമ്മൾ പലപ്പോഴും നമ്മൾ പറയല്ലേ വിശ്വാസി. കർത്താവ് എന്നെ നിങ്ങളെ വിശ്വാസിയാക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. വിശ്വാസിയാക്കാനല്ല, ഡിസൈപ്പിൾ ആക്കാനാണ്, ശിഷ്യനാക്കാനാണ്. ശിഷ്യനായിട്ടാണ് കർത്താവ് എന്നെ കണ്ടിരിക്കുന്നത്. ഡിസൈപ്പിൾ ചെയ്യാനാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്റെ വചനത്തെ പ്രമാണിക്കുന്നെങ്കിൽ ശിഷ്യന്മാരാകുന്നു. ഒരു ഓർഡിനറി ബിലീവർ ആയിട്ടിരിക്കാനല്ല, ഹയർ തിങ്സ് ഡിസൈപ്പിൾ ആകാൻ, മറ്റുള്ളവരെ ഡിസൈപ്പിൾ ചെയ്യാൻ, അങ്ങനെ ഒരു ശുശ്രൂഷയാണ് കർത്താവ് പകരാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ദൈവവചനം പറയാണ്, നിങ്ങൾ എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകും. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഐ വിൽ മാനിഫെസ്റ്റ് മൈസെൽഫ് ടു ദം. അതിന്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, പ്രൈസ് ഞാനും പിതാവും കൂടെ എന്ത് ചെയ്യും? പ്രൈസ് നിങ്ങളുടെ മധ്യത്തിൽ വന്ന് വസിക്കും. നിങ്ങളുടെ മധ്യത്തിൽ, നിങ്ങളുടെ വീടിന്റെ അകത്ത്, നിങ്ങളുടെ ശരീരത്തിന്റെ അകത്ത് പിതാവും ഞാനും കൂടെ എന്ത് ചെയ്യും? വന്ന് വസിക്കും. പരിശുദ്ധാത്മാവ്. നോക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ കർത്താവിനെ കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട് ലോകം കാണത്തില്ല, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏത് പ്രതിസന്ധിക്കകത്തും നിങ്ങൾക്ക് കർത്താവിനെ കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ കർത്താവിനെ കാണാൻ പറ്റുന്നവർ പറയും കർത്താവ് ചെയ്യും. ലോകം പറയും എന്നെ പറഞ്ഞാലും നിങ്ങൾക്ക് ഈ കർത്താവിനെ പറയാനുള്ളൂ. ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ളൊരു വാക്ക്, ഒത്തിരി പലരും പറഞ്ഞു. ഇതിന്റെ അകത്ത് ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ പറയാനുണ്ടെങ്കിൽ
എനിക്ക് ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. എനിക്ക് സോൾവ് ചെയ്യുന്ന എന്റെ വിഷയങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ എനിക്ക് അറിയത്തുള്ളൂ. അത് ഇറ്റ് ഈസ് ജീസസ്. മറ്റൊരുവനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ. ഈ ലോകം നോക്കിക്കേ, സെൽഫിഷ് ആണ്. ദ വേൾഡ് ഇസ് സെൽഫിഷ്. അവരുടെ കാര്യങ്ങൾ, അവരുടെ പ്രയോറിറ്റി, അതാ ലോകം നോക്കുന്നത്. എന്നാൽ കർത്താവ് നോക്കുന്ന ആളല്ല. നോക്ക്, എന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാൽ നൽകി. ആ കർത്താവിലാണോ അടിസ്ഥാനപ്പെട്ട് ക്യാൻ യു സീ ഹിം? ഇന്ന് ഞാൻ എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ക്യാൻ ഐ സീ ഹിം? എന്റെ വിഷയത്തിന്റെ അകത്ത്, എന്റെ പ്രതികൂലത്തിന്റെ അകത്ത്, ഞാൻ കടന്നു പോകുന്ന വിഷയത്തിന്റെ അകത്ത് എനിക്ക് കർത്താവിനെ കാണാൻ പറ്റുന്നുണ്ടോ? അതോ എന്റെ വിഷയങ്ങളാണോ ഞാൻ വലുതായി കാണുന്നത്? എന്റെ മുമ്പിൽ മുഴച്ചു നിൽക്കുന്നത് എന്റെ പ്രതിസന്ധികളാണോ? എനിക്ക് യേശുവിനെ കാണാൻ പറ്റുന്നു. ഹി ഈസ് ദെയർ ഫോർ മീ. അവിടെ കർത്താവ് ആ സ്തേഫാനോസിനെ എല്ലാരും ചേർന്ന് കല്ല് എറിഞ്ഞപ്പോൾ നാം പിതാവിന്റെ വലത്തുഭാഗത്ത് യേശു എണീറ്റ് നിൽക്കുന്നത് കണ്ടു. നോക്കിയേ, യേശു എഴുന്നേൽക്കുകയാണ്. തന്റെ ശിഷ്യന് വേദനപ്പെട്ടപ്പോൾ, നമുക്ക് അപ്പോസ്തലന് വേദനപ്പെട്ട, സ്തേഫാനോസിന് വേദനപ്പെട്ടപ്പോൾ, എല്ലാവരും നിന്ദിക്കുകയും പരിഹസിക്കുകയും കല്ലെറിയുകയും ചെയ്തപ്പോൾ സ്വർഗത്തിലുള്ളവൻ എഴുന്നേറ്റ് നിൽക്കുക. ഹി വിൽ ബി ഓൾവേസ് ദെയർ ഫോർ യു. മറ്റാരും ഇല്ലെങ്കിലും, അമ്മ ഉപേക്ഷിച്ചാൽ, അപ്പൻ ഉപേക്ഷിച്ചാൽ, സഹോദരങ്ങൾ ഉപേക്ഷിച്ചാലും, പെറ്റമ്മ തള്ളിയാലും ഞാൻ നിന്നെ തള്ളത്തില്ലെന്ന് പറഞ്ഞു ഒറ്റയാളുകൾ. ഈ ലോകത്തിലെ ബന്ധം മുഴുവൻ ഞാൻ പറയും കല്ലറ വരെയുള്ള ബന്ധമേ ഉള്ളൂ. അതാണ് ഈ ഫൈനൽ പോയിന്റ്, ഈ ലോകത്തിന്റെ ഫൈനൽ പോയിന്റ്. കല്ലറയുടെ അവിടെ വരും, പൂ വെക്കും, കണ്ണ് നിറയും. ലോകത്തിന്റെ ബന്ധം അവിടെ വരെ ഉള്ളൂ. പിന്നെ പോയി TV കാണും, പിന്നെ അല്ലെ അടുത്ത സിനിമയ്ക്ക് പോകും. നോക്കിയ ലോകത്തിന്റെ ബന്ധം അവിടെ വരെ ഉള്ളൂ. 2 ദിവസം കഴിയുമ്പം ഇന്ന് കണ്ണ് കരഞ്ഞവരും കലങ്ങിയവരും ഒക്കെ മറക്കും. അല്ലാതെ പറ്റത്തില്ല. എന്നിട്ട് 1 വർഷമാകുമ്പോൾ ചിലപ്പോൾ ഒരു പോസ്റ്റ് ഇടും, RIP എന്ന് പറഞ്ഞു. അല്ലേ? ലോകം അത്രേ ഉള്ളൂ. പക്ഷെ അതിന്റെ അപ്പുറം 2 കൈയും നീട്ടി എന്നെ കാത്തിരിക്കുന്ന, എന്നോട് പറഞ്ഞ വാക്ക്, ഞാൻ നിനക്ക് വേണ്ടി ഒരു വീടൊരുക്കാൻ പോകും. അതെല്ലാം ഒരുങ്ങിക്കഴിയുമ്പോൾ ആ വീട്ടിലിരുത്തേണ്ടതിന് മടങ്ങി വരും. യേശു മടങ്ങി വരും. ജീസസ് വിൽ കം ബാക്ക്. എന്നെ നിങ്ങളെ ചേർക്കാൻ അവൻ മടങ്ങി വരും. നോക്കി, അവന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യങ്ങൾ നടക്കുമ്പോൾ, അവന്റെ നാമത്തിൽ വിടുതലുകൾ നടക്കുമ്പോൾ, അവന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകുന്നത് കാണുമ്പോൾ, അവന്റെ നാമത്തിൽ ജീവിതം തകർന്നവർ ട്രാൻസ്ഫോംഡ് ആകുന്നത് കാണുമ്പോൾ, ഒരു കാര്യം ഓർത്തോണം, എന്റെ കർത്താവിന്റെ മടങ്ങി വരവ് ഇന്ന് ലോക സംഭവങ്ങൾ കാണുമ്പോൾ ഏറ്റവും അടുത്തിരിക്കുക. ഇറ്റ്സ് വെരി നിയർ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, എലോൺ മസ്ക് പറയുകയാണ്, നോക്കിയേ, ചൊവ്വായിലൊക്കെ പോയി എക്സ്പെഡിഷൻ നടത്തുക. എന്തിനാ? ഈ ഭൂമി കത്തിപ്പോകും. കുറച്ചു കഴിയുമ്പം അവരുടെ സയൻസ് വെച്ച് അവർക്ക് ഇപ്പൊ പിടികിട്ടി ഇത് കത്തിപ്പോകും. ഈ ദൈവവചനം എത്രയോ നാൾ മുമ്പ് എഴുതിയിരിക്കുകയാണ്, ഇത് തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. പക്ഷെ പുള്ളി എക്സ്പെഡിഷൻ നടത്തുക ചൊവ്വായില്. പുള്ളിയുടെ വിചാരം അവിടെ പോകാവുന്ന ഒന്നും നടക്കത്തില്ല. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ശേഷം ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് കൂടെ മേഘത്തിൽ എടുക്കപ്പെടുകയും ചെയ്യും. നോക്ക്, കല്ലറകളെല്ലാം തുറക്കുവന്നേ. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുന്നൊരു നാഴിക വരുന്നുണ്ട്. യോഹന്നാനിൽ പറഞ്ഞിരിക്കുക. അങ്ങനെ ഒരു സമയമുണ്ട്. ചൊവ്വായിലൊന്നും നടക്കത്തില്ല. നമുക്ക് ചൊവ്വായി പോയി പാർക്കാമെന്ന് വെച്ചാൽ ചൊവ്വായിലൊന്നും നടക്കത്തില്ലെന്നേ. അല്ലെ? എക്സ്പെരിമെന്റ് ഒക്കെ നടത്താം. ചൊവ്വായി വെള്ളമുണ്ടോ? ചൊവ്വായി കുഴിയുണ്ടോ? എങ്ങനെ ചൊവ്വായിലെ ജലാംശം എങ്ങനെ കൊണ്ടുവരാം? ഇതൊക്കെ വേണേ എക്സ്പെഡിഷൻ. ചൊവ്വായിൽ ഐസ് ഉണ്ട്. ഐസ് ഉണ്ടെങ്കിലും വെള്ളമില്ല. അതിനെ എങ്ങനെ ജലാംശമാക്കി മാറ്റാം എന്നൊക്കെ അവര് ചിന്തിക്കുന്നത്. അത് എക്സ്പെഡിഷനാണ്. പക്ഷെ എന്നാ വന്നാലും ഒരു ദിവസം കാഹളം ധ്വനിക്കും. അവനെ കാത്തിരിക്കുന്നവർ അവനോടുകൂടി എടുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒറ്റ ചോദ്യം ചോദിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഇന്ന് എന്റെ കർത്താവിനെ കാണാൻ പറ്റുന്നുണ്ടോ?
ക്യാൻ യു സീ ഹിം? ഇന്നത്തെ പ്രതിസന്ധിക്കകത്ത് എന്റെ കർത്താവിനെ ലോകത്തിന് കാണാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് വേറൊരു കണ്ണ് തന്നിട്ടുണ്ട്, വേറൊരു ഐ ഉണ്ട്. നോക്കി, ഹൃദയ കണ്ണ്, അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളുടെ ഹൃദയ കണ്ണുകളൊന്ന് പ്രകാശിപ്പിക്കണം. ഈ ലോകം കാണുന്ന ഈ കണ്ണ് വെച്ചാണ്, പക്ഷെ ഞാൻ കാണുന്നത് എന്റെ ഹൃദയത്തിന്റെ കണ്ണ് വെച്ചാണ്. എന്റെ ഹൃദയത്തിന്റെ കണ്ണ് ഞാൻ തുറന്നു നോക്കുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം, എന്റെ കർത്താവ് എന്നെ ഒരിക്കലും കൈവിടുന്നില്ല. എനിക്ക് അവനെ കാണാൻ പറ്റുന്നുണ്ട്. ആ പ്രതിസന്ധിക്കകത്ത് എന്നെ ഒറ്റയ്ക്ക് വിടാതെ എനിക്ക് അവനെ കാണാൻ പറ്റുന്നു. ഹി വിൽ ബി ഓൾവേസ് ദെയർ ഫോർ മീ. ലോകാവസാനത്തോളം എല്ലാം എന്റെ കൂടെ തന്നെ ഇരിക്കും. സോ ലെറ്റ് us pray. ആ കാണാൻ പറ്റുന്നുണ്ട്. കണ്ണു തുറന്ന് നോക്കി, ആ വിഷയത്തെ കാണാതെ യേശുവിനെ ഒന്ന് കണ്ടേ, ആ വിഷയത്തെ കാണാതെ ആ അത്ഭുതം ഒന്ന് കണ്ടേ, വിടുതൽ ഒന്ന് കണ്ടേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം, ദ ഹാൻഡ് ഓഫ് ദ ലോർഡ് ഈസ് ഗോയിങ് ടു മൂവ്. ചിലർക്ക് വേണ്ടി ചില ഭവനങ്ങളിൽ എന്റെ കർത്താവിന്റെ കരം നീട്ടപ്പെടുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മള് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ കാണുന്നു, ചില ഭവനങ്ങളിൽ ചലനങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ കാണുകയാണ്. കർത്താവ് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ വചനത്തെ നിങ്ങൾ പ്രമാണിക്കും. എന്റെ വചനത്തെ നിങ്ങൾ പ്രമാണിക്കുന്നവർ ആണെങ്കിൽ ഐ വിൽ മാനിഫെസ്റ്റ് മൈസെൽഫ്. ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. നോക്ക്, പ്രൈസ്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനത്തെ പ്രമാണിക്കും. നോക്ക്, എന്റെ വചനത്തെ പ്രമാണിക്കുന്നവന് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തി തരും. സിമ്പിളാണ്. സിമ്പിൾ ആണെന്ന് പറയുമ്പോൾ തന്നെ ചില കാര്യങ്ങളിലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ചിലരോടൊക്കെ ക്ഷമിക്കേണ്ടതായിട്ട് വരും, ചിലതൊക്കെ വിട്ടുകളയേണ്ടതായിട്ട് വരും. ചില കാര്യങ്ങളൊക്കെ വിട്ടുകളയേണ്ട. ഈ ഞാൻ ആ പേര് ഓർക്കുന്നില്ല, ബ്രസീലിന്റെ 2004 നിങ്ങൾ നോക്കണേ. ഞാൻ ഈ അടുത്ത നാളിൽ കേട്ടൊരു സംഭവമാണ്. ഈ 2004 ഒളിമ്പിക്സ് മാരത്തോണിൽ ബ്രസീലിന്റെ മാരത്തോൺ റണ്ണർ താൻ ഒന്നാമതായി ഓടി വരിക. ഒന്നാമതായി തന്റെ പുറകില, ബാക്കി എല്ലാവരും പുറകില, ഒന്നാമതായി താൻ ഏറ്റവും മുമ്പിൽ ഓടി വരിക. വളരെ പുറകില മറ്റുള്ളവർ. പെട്ടെന്ന് തന്നെ ഒരാള് സൈഡിൽ നിന്ന് കയറി വന്ന് തന്നെ ഇങ്ങ് പിടിച്ചു. തന്നെ ഇങ്ങ് വട്ടം പിടിച്ച് തനിക്ക് മുമ്പോട്ട് ഓടാൻ പറ്റിയില്ല. അങ്ങനെ പിടിച്ചോണ്ടിരുന്ന ചില മിനിറ്റുകൾ തന്നെ പിടിച്ചു വെച്ചു. അങ്ങനെ പിടിച്ചു വെച്ചപ്പോഴത്തേക്ക് തന്നെ നോക്കിയ മറികടന്ന് 2 പേർ പോയി. അപ്പൊ തന്നെ ആ പിടിയൊക്കെ വിടിയിപ്പിച്ച് പിന്നെയും താൻ മുമ്പോട്ട് പോയി. എന്നാൽ തനിക്ക് 1ാം സ്ഥാനം നഷ്ടപ്പെട്ടു, 2ാം സ്ഥാനം നഷ്ടപ്പെട്ടു, 3ാമത്തെ സ്ഥാനം ബ്രോൺസ് മെഡലായിരുന്നു തനിക്ക് ആ വർഷം കിട്ടിയത്. പക്ഷേ തനിക്ക് കംപ്ലൈന്റ്സ് ഇല്ലായിരുന്നു. യേശു ഉള്ളവർക്ക്, അകത്തുള്ളവർക്ക് ഒരിക്കലും കംപ്ലൈന്റ് കാണത്തില്ല. ഏത് വലിയ വിഷയങ്ങളിലോ താൻ അവകാശപ്പെട്ടത് തനിക്ക് വാസ്തവത്തിൽ താൻ അത്രയും നേരം ഒന്നാമത് അവിടെ ഓടി വന്നത്. എന്നാൽ തനിക്കൊരു ഹിൻഡ്രൻസ് ഉണ്ടാകേണ്ടത്, നോക്കേണ്ടത് ഒളിമ്പിക്സ് അവര് നടത്തുന്നവരുടെ ചുമതലയാണ്. തന്നെ ആരും തടസ്സപ്പെടുത്താതെ, ആ ട്രാക്കിൽ തടസ്സപ്പെടുത്താതെ നോക്കേണ്ടത് അവരുടെ ചുമതലയാണ്. അവരുടെ ചുമതലയിൽ അവർ വീഴ്ചിട്ട് തനിക്ക് കംപ്ലൈന്റ്സ് ഇല്ല. ബ്രസീലിന്റെ മാരത്തോൺ, ഞാൻ പേര് മറന്നുപോയി, എന്തോ ഡി, ഓക്കെ, എനിക്ക് പേര് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞത്, പ്രൈസ്, കർത്താവുള്ള ആൾക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റും. കർത്താവുള്ള ആൾക്ക് എല്ലാം വിട്ടുകളയാൻ പറ്റും. പ്രൈസ്, നോക്കിക്കേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ വചനം അനുസരിക്കും. എന്റെ വചനം അനുസരിക്കുന്നവർക്ക് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തി തരും. സോ ലെറ്റ് us pray. ഒന്നും ആരോടും നമുക്കൊന്നും വേണ്ട. ഒരു വെയിറ്റും നമുക്ക് ഹൃദയത്തിൽ ഒരു ഭാരവും വെക്കാതെ നമുക്ക് മുന്നേറാവുന്നേ. ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. യേശുവേ സ്തോത്രം. ഇന്നത്തെ ദിവസത്തിനായിട്ട് നന്ദി കർത്താവേ. ഞങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും അവിടെ കർത്താവിനെ മുൻപിൽ കാണാൻ, ഒരു പരാതി പരിഭ്രമവും ഇല്ലാതെ മുൻപോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. അത്യന്ത ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ. ദൈവശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവിന്റെ മഹത്വം ഞങ്ങൾക്ക് കൂടെ ഇരിക്കണമേ. ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ. ആ കർത്താവിന്റെ മുഖം മുൻപിൽ കണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഇന്ന് കേൾക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ. ദൈവവചനം അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. കേൾക്കുന്ന വചനം അവരുടെ ജീവിതത്തിൽ 30, 60, 100 മേനി ഫലം കായ്ക്കണമേ.
വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വത്താൽ മക്കൾ നിറയട്ടെ. അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ. ഹല്ലേലൂയ. എന്താവശ്യമാണെങ്കിലും കർത്താവ് കൂടെ ഇരുന്ന അത്ഭുത വഴികൾ അവർക്കായി തുറക്കണമേ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായി അത്ഭുതമായി തീരട്ടെ. മദ്യപാനത്തിന്റെ ദുരാത്മാവ് യേശുവിന്റെ നാമത്തിൽ വ്യക്തികളിൽ നിന്ന് ഇറങ്ങി മാറുവാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ എന്റെ കർത്താവിന്റെ കരം ഓരോ മക്കളെയും തൊടണമേ. അങ്ങനെ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ വേണ്ടി ചില ഡിയഡീഷൻ സെന്ററിലൊക്കെ ആയിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവിടെ ആയിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൊടണമേ കർത്താവ്. അവരിൽ നിന്ന് ആ മദ്യപാനത്തിന്റെ ദുരാത്മാവ് ഇറങ്ങി മാറട്ടെ. അവരെ ഭരിക്കുന്ന ദുഷ്ടന്റെ പദ്ധതികൾ യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തെ തകർക്കാൻ നോക്കുന്ന, കുടുംബത്തെ തകർക്കാൻ നോക്കുന്ന, കുഞ്ഞുങ്ങളെ തകർക്കാൻ നോക്കുന്ന ദുഷ്ടന്റെ പദ്ധതികൾ യേശുവിന്റെ നാമത്തിൽ മാറുവാൻ കൽപ്പിക്കുന്നു കർത്താവ്. ഇപ്പോൾ തന്നെ മദ്യപാനത്തിൽ നിന്ന് അവർക്ക് വിടുതലാകട്ടെ. ഡ്രഗ് അഡിക്ഷൻ, MDMA പോലെയുള്ള ഡ്രഗ്സ്, അങ്ങനെയുള്ള ഡ്രഗ് അഡിക്ഷനിൽ ഭാരപ്പെടുന്ന വീടുകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകട്ടെ. കർത്താവ് സ്പർശിക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കർത്താവെ അവിടുന്ന് തൊടണമേ, അവിടുത്തെ ഭവനങ്ങളെ തൊടണമേ. വീടുകളുടെ അന്തരീക്ഷം മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അസമാധാനം മാറട്ടെ, സന്തോഷമില്ലായ്മ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ സമാധാനം ഭവനങ്ങൾക്കകത്ത് യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. വീടുകളെ തൊടണമേ, കുടുംബജീവിതങ്ങളെ തൊടണമേ, തലമുറകളെ കർത്താവ് തൊടണമേ, ഈ സമ്പത്തിനെ തൊടണമേ, ആരോഗ്യത്തെ കർത്താവ് സ്പർശിക്കണമേ. എല്ലാ രോഗബന്ധനങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ജീവിതങ്ങളിൽ നിന്ന് അഴിഞ്ഞു മാറാൻ കൽപ്പിക്കുകയാണ്. രോഗങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, കിഡ്നി ഫെയിലിയേഴ്സ് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറിപ്പോകാൻ കൽപ്പിക്കുന്നു. കർത്താവിന്റെ കരം തൊടുന്നതിനായി സ്തോത്രം. എല്ലാവിധ ബന്ധനങ്ങളും അഴിയട്ടെ, സാത്താന്യ പ്രവർത്തികൾ അഴിയട്ടെ, ഭവനങ്ങൾ വിടുവിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു മൈ ഫാദർ. ജോലികൾ ലഭിക്കട്ടെ, വിസകൾ റിലീസാകട്ടെ. കർത്താവിന്റെ കരം നീട്ടുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ രംഗങ്ങളിൽ കർത്താവിന്റെ കരം നീട്ടണമേ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പുതിയ ബിസിനസ്സുകൾക്കുള്ള വഴികൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. ആരൊക്കെയോ പുതിയ ബിസിനസ്സുകളൊക്കെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ ചില വഴി, യേശുവിൻ നാമത്തിൽ ദൈവികമായ വഴി യേശുവിൻ നാമത്തിൽ തുറന്ന് വരട്ടെ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കി തീർക്കണമേ. ഭവനങ്ങളിൽ സന്തോഷം ഉണ്ടാകട്ടെ. വീടൊന്നിച്ച് സന്തോഷിക്കാൻ. താങ്ക് യു മൈ ഫാദർ. എന്നെ കർത്താവ് കാണിക്കുന്ന ഒരു ഭവനം, അപ്പനും അമ്മയും രണ്ടും രണ്ടിടത്താണ്, കുഞ്ഞുങ്ങൾ മറ്റു മുറികളിലാണ്. ഒന്നിച്ചവരിയ്ക്കുന്നില്ല, ഒന്നിച്ച് സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ നോക്കി ഇരിക്കുകയാണ്. അങ്ങനെയുള്ള ചില വീടുകളെ എന്റെ കർത്താവ് തൊടുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഒന്നിച്ചവർ ഭക്ഷണം കഴിക്കട്ടെ, ഒന്നിച്ചിരുന്നവർ സംസാരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അതിനെ മോഷ്ടിക്കുന്ന, അറപ്പാനും ഒടിക്കാനും മോഷ്ടിക്കാനും വരുന്ന പിശാചിന്റെ ബന്ധനങ്ങളെല്ലാം അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. അവരുടെ സ്നേഹം, അവരുടെ സന്തോഷം നഷ്ടപ്പെടുത്താൻ നോക്കുന്ന എല്ലാ പൈശാചികമായ ബന്ധനങ്ങളും യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറാൻ കൽപ്പിക്കുകയാണ്. കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാ നന്മകളാലും കർത്താവ് നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സോ നിങ്ങൾക്ക് ഇന്നത്തെ മോസ്റ്റ് പ്രൊഫൗണ്ട് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് അവനെ കാണാൻ പറ്റുന്നുണ്ടോ? ലോകത്തിന് കാണാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. ക്യാൻ യു സീ ഹിം? ആ വിഷയത്തിന്റെ അകത്തും, ആ പ്രതികൂലത്തിന്റെ അകത്തും, ആ കൊടുങ്കാറ്റിന്റെ അകത്തും നോക്കിയേ. ആ ശിഷ്യന്മാർ അക്കരയ്ക്ക് പോയപ്പം നോക്കിയേ, അവരെ ഇരുട്ട്, തിരമാലകളെല്ലാം അവർക്ക്, കാറ്റവർക്ക് പ്രതികൂലമായിരുന്നു. പക്ഷെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ വെള്ളത്തിന്മേൽ നടന്നു വരുന്ന ഒരു യേശുവിനെ അവര് കണ്ടു. ക്യാൻ യു സീ ഹിം? നിങ്ങൾക്ക് അവനെ കാണാൻ പറ്റുന്നു? കാണാൻ പറ്റുന്നെങ്കിൽ പ്രൈസ് ലോർഡ്. ഒരു കാര്യം ഓർത്തോണം, പോകുന്നതിന് ഹി ഈസ് ദ വേ, വേറൊരു വഴിയില്ല. സോ ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാളെ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. ലെറ്റ് ഇറ്റ് ബി എ ബ്ലെസ്സിംഗ് ടു മെനി പീപ്പിൾ. അത് അനേകര് ഷെയർ ചെയ്യുന്നുണ്ട്. അതോർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ആൻഡ് വി ആർ ഓൾസോ ബിക്കമിങ് ദ പാർട്ട് ഓഫ് ഗോസ്പൽ. ഒന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മൾ പോലും അറിയാതെ സുവിശേഷത്തിൽ നമ്മളൊരു പങ്കാളിയാകും. സോ നമ്മളൊരു ട്രാക്ട് കൊടുക്കുമ്പോഴായിരിക്കും ഒരു വ്യക്തിയോട് സുവിശേഷം പോയി, കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും നിങ്ങൾ സുവിശേഷത്തിൽ പങ്കാളിയാകുക.
പ്രൈസ് ദൈവവചനത്തെ പറയുകയാണ്, നിങ്ങൾ എന്നെ പ്രതി ചെയ്യുന്ന ഒന്നും ഞാൻ മറന്നു കളയാൻ അനീതിയുള്ള ദൈവമല്ല. ഹി വിൽ നെവർ ഫോർഗെറ്റ്. ഒരു സുവിശേഷകനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, സുവിശേഷ വേലയിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നോക്കിയ കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഭവനത്തിന്റെ വാതിലുകൾ തുറന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ഒരു ആള് പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ അവരുടെ അടുത്തൊന്ന് പോയി ഇരുന്ന് അവരെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്റെ കർത്താവ് പ്രതിഫലം തരും. ഈ ലോകത്തിൽ വെച്ചും തരും, വരാനുള്ള ലോകത്തിലും തരും. സോ ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. നമുക്ക് നാളെ കാണാം വീണ്ടും. ഗോഡ് ബ്ലെസ് യു.